അമിത വേഗതയിൽ വാഹനം ഓടിച്ച് ആരെങ്കിലും ഇടിച്ചിട്ട് കടന്നുകളയുന്ന ബിരുദന്മാർ സൂക്ഷിക്കുക. കേന്ദ്രത്തിന് പിടിവീഴും. അത്തരക്കാരെ പിടികൂടാനുള്ള നീക്കം ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള നിയമം നടപ്പാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. പഞ്ചാബിൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് പുതിയ നിയമത്തെക്കുറിച്ച് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് വിശദീകരിച്ചത്. നിരത്തുകളിൽ അപകടമുണ്ടാക്കിയ ശേഷം കടന്നുകളയുന്ന പ്രവണത രാജ്യത്തുടനീളം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ബിരുദന്മാരെ പിടികൂടാൻ ഫലപ്രദമായ തീരുമാനം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിനായി ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ബന്ധിപ്പിക്കാനാണ് മോദി സർക്കാരിന്റെ തീരുമാനം. പുതിയ നിയമം നടപ്പിലായാൽ വ്യാജ ലൈസൻസ് സംഘടിപ്പിച്ച് നിയമത്തെ കബളിപ്പിച്ചാലും ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ ലൈസൻസ് ഉടമയെ കൊടുക്കും. വാഹനാപകടം ഉണ്ടാക്കിയ ശേഷം വ്യാജ ലൈസൻസ് അടക്കമുള്ളവ സംഘടിപ്പിച്ച് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. കള്ളപ്പേരിൽ പുതിയ ലൈസൻസ് സംഘടിപ്പിച്ചാലും കണ്ണ്, വിരലടയാളം പോലുള്ള ബയോമെട്രിക് വിവരങ്ങൾ ആധാറിലുള്ളതിനാൽ യഥാർത്ഥ പ്രതി കുടുങ്ങുമെന്നുറപ്പ്. പുതിയ സംവിധാനം നിലവിൽ വന്നാൽ വേറെ ലൈസൻസിനായി അപേക്ഷിക്കുമ്പോൾ നേരത്തെ ലൈസൻസ് ഉണ്ടെന്ന വിവരം കൃത്യമായി അറിയാൻ സാധിക്കുമെന്നതും നേട്ടമാണ്. അതേസമയം ഇന്ത്യയൊട്ടാകെ ഏകീകൃത ലൈസൻസ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സാരഥി പദ്ധതിയും അന്തിമഘട്ടത്തിലാണ്. ഓൺലൈൻ ലൈസൻസ് നടപടികളിലെ ക്രമക്കേടുകൾ തടയാനും സുരക്ഷയുറപ്പാക്കി മികച്ച സേവനം ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് ഏകീകൃത വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറായ സാരഥി തയ്യാറാക്കിയത്. സാരഥി വഴി നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് കേന്ദ്രീകൃത നമ്പർ സംവിധാനം ഉണ്ടാകും. ഇവ രാജ്യത്തെ എല്ലാ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലും ലഭ്യമാകും. എവിടെ നിന്ന് വേണമെങ്കിലും ലൈസൻസിന്റെ ആധികാരികത പരിശോധിക്കാം. ഇതോടെ വ്യാജ ലൈസൻസ് ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കുന്നവർക്ക് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിലും ഇത്തരം നിരവധി വ്യാജ ഡ്രൈവർമാർ ഉള്ളതായാണ് റിപ്പോർട്ടുകൾ. വ്യാജ ഡ്രൈവർമാരുടെ എണ്ണം കൂടുന്നതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഏകീകൃത ഡ്രൈവിംഗ് ലൈസൻസ് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. നാഷണൽ ഡെസ്ക്, മറുനാടൻ TV.